ഇപ്പോൾ ഞാനിതാ സാധാരണ പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് ഞാനൊന്ന് കാണിക്കാം. ഇവിടെ ഒരു 5.5 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഉണ്ട്. AR എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് ഇതിനകത്ത്, AR വ്യൂ. അതെടുത്ത് കഴിഞ്ഞാൽ ശരിക്കും ബൂസ്റ്റ് ഓപ്ഷൻ ഇനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണിക്കേണ്ട 10 ഇത്രയും സമയം നമുക്ക് ഇതിനകത്ത് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് പ്രസ് ചെയ്ത് ഫോൾ ഡൗൺ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഷെയ്ഡൊക്കെ ഓപ്പൺ ആവും. എന്നതൊക്കെയാണ് ഈ ഹസാർഡ് ലാമ്പിനകത്ത് ഇതിൽ ഞാൻ കണ്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം. ഹസാർഡ് ലാമ്പ് ഓൺ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോ, ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്നുള്ള കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. 2014 BMW എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി വാഹന ലോകത്തേക്ക് കൊണ്ടുവന്ന ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ, അതായത് BMW i8ൻ്റെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്ത ആൾക്കാരെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ആ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് ഒരു തോട്ട് വരും, 2014 അത്രയും കാര്യങ്ങൾ കൊണ്ടുവന്ന ഒരു വാഹന നിർമ്മാണ കമ്പനി 2023 എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. അതായത് 2023 BMW എത്രമാത്രം ഫ്യൂച്ചറിസ്റ്റിക് ആണ് എന്നുള്ളത്. അതിനുവേണ്ടി ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് അവരുടെ സെഗ്മെൻറ്റിൽ ഉൾപ്പെടുന്ന, അതായത് ഇലക്ട്രിക് സെഗ്മെൻറ്റിൽ ഉൾപ്പെടുന്ന BMW i7 എന്ന് പറയുന്ന മോഡലാണ്. ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ്. ഇതിനകത്തുള്ള രസകരമായിട്ടുള്ള ഫീച്ചറുകളെ കുറിച്ചാണ്, ഇത് ഓടിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ഒരുപക്ഷെ കുറച്ച് ലെങ്തി ആയിരിക്കും, കാരണം അത്രമാത്രം ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങൾ ഈ വാഹനത്തിനകത്തുണ്ട് എന്നതാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക്, BMW i7ൻ്റെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലക്ഷറിയസ് ആയിട്ടുള്ള ഈ ഒരു വാഹനത്തിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാത്തരം വാഹനങ്ങളിലും ഉപയോഗിക്കാൻ പറ്റിയ, ഈവൻ ലക്ഷറി വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഇൻവോൾവ് 1ൻ്റെ എയർ ഫ്രാഗ്രൻറ്റ്. ഇതൊരു എയർ ഫ്രാഗ്രൻ്റ് ആണ്, എല്ലാവർക്കും അറിയാം. വാഹനത്തിനകത്തേക്ക് കയറുന്ന സമയത്ത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ, നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാകും. അപ്പം വെയിലത്തൊക്കെ നിർത്തിപ്പോയി കഴിഞ്ഞാൽ ലെതറൊക്കെ ചൂടായിട്ടുണ്ടാവുന്ന ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒഴിവായി കിട്ടാൻ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഇതിനൊരു 300 രൂപ ആണ് കേട്ടോ വില വരുന്നത്. നമുക്കൊരു 3 മാസത്തോളം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ കയ്യിലുള്ളത് മസ്ക് എന്ന് പറയുന്ന ഫ്രാഗ്രൻ്റ് ആണ്. പല തരത്തിലുള്ള ഫ്രാഗ്രൻറ്റുകൾ ഇത് അവൈലബിൾ ആണ്. ഉണ്ടോ, ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ടാവും. അത് നമുക്ക് കപ്പ് ഹോൾഡറിനകത്ത് വെക്കാം, വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാം. ഇതിനൊപ്പം ഒരു 3Mൻ്റെ സ്റ്റിക്കറും കിട്ടും. അപ്പോൾ നമുക്ക് കപ്പ് ഹോൾഡറിലൊക്കെ എന്ത് ചെയ്യാം, ഒട്ടിച്ച് വെക്കാനും പറ്റുമെന്നുള്ളതാണ്. നല്ല രസമുള്ള സ്മെല്ലാണ്. ഒരുപാട് സുഹൃത്തുക്കൾ ഇത് ഉപയോഗിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഇത്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് ആൾക്കാർ ഇത് ഉപയോഗിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. ഒരിക്കൽ ഉപയോഗിച്ച ആൾക്കാർ ഇനിയും കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ സാമ്പിൾ കൊടുത്ത ആൾക്കാരൊക്കെ അത്രയും നല്ല പ്രൊഡക്റ്റ് ആയിട്ടുള്ളൊരു സാധനം. പിന്നെ അതുപോലെ തന്നെ വലിയ സ്മെല്ലൊന്നും ക്രിയേറ്റ് ചെയ്യില്ല. ഞാൻ നേരത്തെ കാണിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും സ്മെല്ല്. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നതാണ്. വാങ്ങാത്ത ആൾക്കാരൊന്ന് ഉപയോഗിച്ച് നോക്കാം. മസ്കാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. സിട്രസ് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് തരം ഫ്രാഗ്രൻസ് ഇവരെ കയ്യിലുണ്ട്. ഇവരെ വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടെന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളതും മസ്ക് എന്ന് പറയുന്ന ഫ്രാഗ്രൻ്റ് ആണ്. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ആൻസർ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു കൂപ്പൺ കോഡ് കിട്ടും. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 10% ഡിസ്കൗണ്ടും കിട്ടും. അതും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. BMW എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ i സീരീസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇലക്ട്രിക് സീരീസാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് i7 ആണ്. അതായത് ഇലക്ട്രിക്കിലെ 7 സീരീസാണ് എന്ന് പറയേണ്ടി വരും. 7 സീരീസിൻ്റെ ഇലക്ട്രിക് വേർഷൻ തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ ലുക്ക് വൈസ് ഏറെക്കുറെ നമ്മുടെ 7 സീരീസ് തന്നെയാണ് ഇത് എന്നുള്ളതാണ്. പക്ഷേ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഗ്രില്ലിൽ നിന്ന് ആരംഭിക്കാം. വളരെ പ്രശസ്തമായിട്ടുള്ള കിഡ്നി ഗ്രില്ല്. ശരിക്കും ഈ കിഡ്നി ഗ്രില്ലിൻ്റെ പേരിൽ ഒരുപാട് ട്രോളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിങ്ങനെ വലുതായി വരുന്നതിനെക്കുറിച്ച്. അവസാനം BMW കാറിനേക്കാളും വലിയ ഗ്രില്ല് വരുമോ എന്നൊക്കെ ഒരു പക്ഷേ ട്രോളന്മാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗ്രില്ല് പക്ഷേ രസമുണ്ട്. എനിക്ക് കാണുന്ന സമയത്ത് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ആയിട്ട് തോന്നിയില്ല. ഇൻട്രസ്റ്റിംഗ്. അത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഗ്രില്ലുകളാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ചുറ്റും ഒരു DRL യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി അത് ഭയങ്കര ഹൈലൈറ്റ് ആയിരിക്കും. ആ ഒരു കിഡ്നി ഗ്രില്ല് ശരിക്കും 7 സീരീസ് വരുന്നു എന്നുള്ള ആ ഒരു ഫീൽ രാത്രിയിലും ജനറേറ്റ് ചെയ്യാൻ ആ ഒരു ഗ്രിൽ പാറ്റേൺ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. ശരിക്കും BMW കിഡ്നി ഗ്രില്ല് അവരുടെ ഒരു യുണീക്നെസ് അല്ലേ. അപ്പോൾ ആ ഒരു യുണീക്നെസ്സിനെ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇവിടെ ഡ്യുവൽ ചേമ്പറായിട്ട് കൊടുത്തിട്ടുള്ള LED ഹെഡ് ലാമ്പ് യൂണിറ്റുകൾ കാണാം. BMW LED എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ അതിന് കൊടുത്തിട്ടുണ്ട്. ഈ DRL യൂണിറ്റ് ഇത് ശരിക്കും കാണുന്ന സമയത്ത് ഒരു ലാമ്പാണോ എന്ന് നമുക്ക് തോന്നില്ല. കാരണം ഒരു ക്രിസ്റ്റൽ എലമെൻറ്റുകളാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഒരു റിച്ച് ഫീൽ ആ ഒരു DRL യൂണിറ്റിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസറുകളും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ എയർ ഡാം യൂണിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ഗ്രീൻ നമ്പർ പ്ലേറ്റ് നല്ല രസമുള്ള നമ്പറല്ലേ, ഇൻട്രസ്റ്റിംഗ്. ഇനി BMWയുടെ ലോഗോ. ഈ ലോഗോക്ക് ചുറ്റിലും ഒരു ബ്ലൂ ഇൻഡിക്കേഷൻ കാണാം. അതൊരു ഇലക്ട്രിക് വാഹനമാണ് എന്നുള്ളതിനെ ഹൈലൈറ്റ് ചെയ്യുന്നു. 7 സീരീസിൻ്റെ ആ ഒരു നീണ്ട ഹുഡ് ഭാഗവും കാര്യങ്ങളും ഒക്കെ നമുക്കവിടെ കാണാം. ക്യാരക്ടർ ലൈനുകളൊക്കെ നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുമുണ്ട്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് 21 ഇഞ്ച് വീലുകൾ കാണാം. അതൊരു
5 സ്പോക്കായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. പക്ഷേ വലിയ വീലാവുന്ന സമയത്ത് കംഫർട്ടിൻ്റെ കാര്യം എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നോക്കണം. അതുപോലെ തന്നെ M ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സൈഡ് വ്യൂ മിറർ, അതിനകത്ത് ക്യാമറ 360 ഡിഗ്രി ക്യാമറ വ്യൂ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. ശരിക്കും ഡോർ ഹാൻഡിലുകളില്ല എന്നുള്ളതാണ്, അതിനൊരു കാരണമുണ്ട്, അതൊക്കെ ഞാൻ സംസാരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഭാഗം ഒരു പാറ്റേൺ ആയിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ക്യാരക്ടർ ലൈനുകളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട് സൈഡിൽ താഴ്ഭാഗത്ത്. ഇതിന് നീളമുള്ള വാഹനമാണ്. ഏകദേശം 5.3 മീറ്റർ ലെങ്ത് ഈ വാഹനത്തിനകത്തുണ്ട്. 3200 മില്ലിമീറ്റർ വീൽ ബേസ് ഉള്ളൊരു വാഹനം. 136 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇനി ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് I7 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. ശരിക്കും ഗ്രില്ലിലും ഒരു ഐ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലത്തെ ഗ്രില്ലിൽ ഐ എലമെൻറ്റ് എന്നുള്ള സംഭവം. പിന്നെ അതുപോലെ തന്നെ എക്സ് ഡ്രൈവ് 60 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്. ടെയിൽ ലാമ്പ് യൂണിറ്റ് ഇൻട്രസ്റ്റിംഗ് ആണല്ലേ, ശരിക്കും ഒരു യുണീക്നെസ് അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി BMW ലോഗോ യൂണിറ്റ് കാണാം. നമ്മൾ BMW iX കണ്ടതുപോലെ തന്നെ ഇതിനകത്ത് വാഷിംഗ് യൂണിറ്റ് ഉണ്ട്. അതായത് ഇവിടുത്തെ ക്യാമറനെ വാഷ് ചെയ്യാനുള്ള യൂണിറ്റ്, ഈ സാധനങ്ങൾ പുറത്തേക്ക് വന്നിട്ട് വാഷ് ചെയ്യും. അങ്ങനത്തെ ഒരു ഫെസിലിറ്റി കൂടി അതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബമ്പർ യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഒരു എക്സോസ് പൈപ്പ് നമുക്ക് കാണാനില്ല, കാരണം അതിനകത്ത് എക്സോസ് ഇല്ല എന്നുള്ളതാണ്, കാരണം ഇത് ഇലക്ട്രിക് അല്ലേ. ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ആയിട്ട് വരും. ഏകദേശം ഒരു 500 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റി ഈ വാഹനത്തിനകത്തുണ്ട്. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ളൊരു ബൂട്ട് കപ്പാസിറ്റിയാണ്. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്തും ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് കേട്ടോ. ഇതിനകത്തൊരു സാധനം വെക്കുമ്പോൾ ആലോചിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സാധനം വെച്ച് മുകളിൽ സാധനം വെച്ച് കഴിഞ്ഞാൽ അതിൽ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവസാനം എടുക്കുന്ന സാധനം ഇതിനകത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ പിന്നെ അതൊക്കെ എടുത്ത് പുറത്തിട്ട് വേണ്ടി വരും എടുക്കാൻ വേണ്ടിയിട്ട്. 1 ടച്ച് ഓപ്പണിംഗ് ആൻഡ് 1 ടച്ച് ക്ലോസിംഗ് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അകത്തേക്ക് കയറാണ്. അകത്തേക്ക് കയറുന്ന സമയത്ത് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഡോറിനെ കുറിച്ച് പറയാം. ഡോർ എന്ന് പറഞ്ഞാൽ സാധാരണ ഡോർ പോലെ ഒരു പവേർഡ് ഡോറാണ് ഈ വാഹനത്തിനകത്തുള്ളത്. അതായത് നമുക്ക് മാനുവലി ഓപ്പറേറ്റ് ചെയ്യാം, എന്നാൽ ഡിജിറ്റലിയും ഇത് ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഇലക്ട്രോണിക്കലി നമുക്കിവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇതാവും, പിന്നെ ഉണ്ടാവും ഇങ്ങോട്ട് ഓപ്പൺ ആയിട്ട് വരും എന്നുള്ളതാണ്. ഇത് ഇതേപോലെ തന്നെ നമുക്ക് പവേർഡായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ലോസ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ നിന്നിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഞാനുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വേറൊരു വണ്ടി ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ മറ്റെന്തെങ്കിലും സംഭവങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനത് ഓപ്പൺ ചെയ്യുമ്പോൾ നോക്കിയോ, തുറക്കും, എന്നിട്ട് ബോസ് അവിടെ നിൽക്കും, ഓപ്പൺ ആവില്ല. നേരെ മറിച്ച് ഞാനത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇപ്പുറത്ത് നിന്നിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തുറക്കും, ഉണ്ടാകും, ഓപ്പൺ ആയിട്ട് വരും. അതായത് ഈ വാഹനത്തിനകത്ത് സൈഡിലും ധാരാളം സെൻസറുകൾ ഉണ്ട് എന്നുള്ളത്. ഞാൻ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ കാണിക്കാം. ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ഔട്ട്, അത് ഞാൻ പറയാം. ഇവിടെ ഉണ്ടോ ഈ ബട്ടൺ, അതായത് നമ്മൾ ഓപ്പൺ ആക്കുന്ന ഈ ബട്ടണാണ്. ഇതിനകത്തൊരു സെൻസർ നമുക്ക് കാണാം. അതേപോലെ തന്നെ താഴ്ഭാഗത്ത് കണ്ടോ, അവിടെയും ധാരാളം സെൻസറുകളാണ്. ഈ സെൻസറുകളാണ് ആ ഒരു പ്രൊസീജിയറിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇൻട്രസ്റ്റിംഗ് അല്ലേ സംഭവം. എന്നിട്ട് തുറന്നു വരും, എന്നിട്ട് കണ്ടോ ഓപ്പൺ ആവും. അടിപൊളി, ശരിക്കും രസമാണ്. ടെക്നോളജിയുടെ അടുത്ത ഒരു ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. ഇനി ഇതാണ് ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് ലെതർ മെറ്റീരിയൽ കാണാം. ഇതും ലെതർ മെറ്റീരിയലാണ്. അപ്പം 2 കളർ ടോണിൻ്റെ ഒരു മിക്സിംഗ് ആണെന്ന് പറയാം. അതിന് ക്രിസ്റ്റൽ എലമെൻ്റ് ഉണ്ട്. ഇത് സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ BMW iX ഈ സാധനം കണ്ടിട്ടുണ്ട്. ഇവിടെയും നമുക്കൊരു ക്രിസ്റ്റൽ എലമെൻറ്റ് കാണാം, ഒരു ജ്വൽ മെറ്റീരിയൽ. അതിനകത്താണ് ഡോർ ലോക്ക് അൺലോക്ക്, സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ മെമ്മറി ഫംഗ്ഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ബവേഴ്സ് ആൻഡ് വൈക്കൻസിൻ്റെ മ്യൂസിക് സിസ്റ്റം കാണാം. 18 സ്പീക്കറുകൾ ചേർത്തിട്ടുള്ള മ്യൂസിക് സിസ്റ്റം ആട്ടോ ഇതിനകത്തുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് ബാക്ക് സീറ്റിലേക്ക് വരുമ്പോൾ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ ഈ ഒരു കവറിംഗ് ഒക്കെ അതൊക്കെ ഭയങ്കര ക്വാളിറ്റി മെറ്റീരിയലാണ്. അതുപോലെ തന്നെ പിയാനോ ബ്ലാക്കിനകത്ത് നമ്മൾ മിറർ കൺട്രോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ കാണാം. ഇവിടെയും ഒരു ബട്ടൺ കാണുന്നുണ്ടോ, ഇത് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതാണ്. അത് അകത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇവിടെ കണ്ടോ, ഇനി എന്തെങ്കിലും കാരണവശാൽ ഇലക്ട്രോണിക്കലി അത് ഓപ്പറേറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനുവലിയും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര വേണ്ടതിനെന്നറിയോ, ഒന്ന് ഫ്രണ്ടിൽ നിന്നത്, രണ്ടാമത് ഈ മാനുവൽ, മൂന്നാമത്തത് ഇവിടെ, നാലാമത്തത് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ബട്ടൺ ഞാൻ കയറി ഇരുന്നിട്ട് കാണിക്കാം. ഈ ബട്ടൺ ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് വന്ന് ക്ലോസ് ആവും. അടിപൊളി. ഇനി ഇവിടുത്തെ ബട്ടൺ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, എനിക്കിത് ഓപ്പൺ ചെയ്യാനും പറ്റും. ഇൻട്രസ്റ്റിംഗ് അല്ലേ സംഭവം, കൊള്ളാം. ഇനി സീറ്റിനെ കുറിച്ച് പറയാം. സീറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം കംഫർട്ടുള്ളൊരു സീറ്റ് തന്നെയാണ് എന്നുള്ളത്. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ തൈ സപ്പോർട്ടോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റാണ്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ അതിൻ്റെ കട്ടിയും കാണാനൊക്കെ ഗംഭീരമായിട്ടോ. അപ്പോൾ അതായത് ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ഫീലിങ്സ് കുറച്ചുകൂടി ഞാൻ പറയാം. ഇനി ഇവിടെ നമുക്ക് BMWയുടെ തനതായിട്ടുള്ള സ്റ്റിയറിംഗ് വീലുകളാണ്. അതുപോലെ തന്നെ ഡാഷ്ബോർഡിനകത്ത് നമ്മൾ BMW iX കണ്ടതുപോലെ തന്നെ ഒരു കണക്റ്റഡ് സ്ക്രീനും കാര്യങ്ങളൊക്കെ കാണാം. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഡാഷ്ബോർഡിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു നീറ്റ്നെസ്
തിക്നെസ് ആണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം അതിനകത്ത് ഒരുപാട് എലമെൻറ്റുകളുണ്ട്. ലെതർ ഉണ്ട്, അതുപോലെ തന്നെ ക്രിസ്റ്റൽ എലമെൻ്റ് ഉണ്ട്, ഒരു വുഡൻ തീമുണ്ട്, അതിനകത്ത് കൂടി ഒരു സിൽവർ ഫിനിഷ് പോകുന്നുണ്ട്. ഇതെല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 14.5 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്കിവിടെ കാണാൻ കഴിയും. അതിനകത്ത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൂടി കണക്റ്റഡ് ആണ്. നമ്മൾ നേരത്തെ IXL-എല്ലാം കണ്ടതുപോലെ തന്നെയുള്ളതാണ്. അതിനകത്ത് ഒരുപാട് സെറ്റിങ്സുകൾ നമുക്കുണ്ട്. മറ്റൊരു കാര്യം, സ്റ്റിയറിംഗ് വീല് രണ്ടും കൂടി കണക്ട് ചെയ്ത് വരാം. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാന്നുള്ളൊരു ഫീൽ ഉണ്ട്. അതിനകത്ത് ക്രൂസ് കൺട്രോളിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതൊക്കെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലാണ് എന്നുള്ളതാണ്. അവിടെയാണ് സ്റ്റിയറിംഗ് വീലും കൂടി ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞത്. ബ്ലൂ ഹൈലൈറ്റഡ് ആയിട്ടുള്ള BMW ലോഗോ കാണാം. M Sportൻ്റെ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പാഡിൽ ഷിഫ്റ്റേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഒരു പാഡിൽ ഷിഫ്റ്റ് മാത്രമേ ഉള്ളൂ, ബൂസ്റ്റ്. ഈ ബൂസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം സാധാരണ മോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതൊരു കംഫർട്ട് മോഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് സ്പോർട്ട് മോഡിൻ്റെ ഒരു ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ബൂസ്റ്റ് നോക്കി കഴിഞ്ഞാൽ 10 സെക്കൻഡ് കംപ്ലീറ്റ് ഹോഴ്സ് പവറും നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതായത് ആ ഒരു 10 സെക്കൻഡിൽ നമ്മൾ റോക്കറ്റ് മോഡ് എന്നൊക്കെ പറയില്ല, നമ്മൾ പണ്ട് ഗെയിമൊക്കെ കളിക്കുമ്പോൾ കണ്ടില്ല, മറ്റേ ബാക്കിൽ തീ കൊടുക്കുന്ന ഒരു മോഡ്, അതുപോലത്തെ ഒരു മോഡ് നമുക്ക് ഇനാബിൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ ബൂസ്റ്റിൻ്റെ പ്രത്യേകത. അതായത് സാധാരണഗതിയിൽ ഇവിടെ റീജൻ ആണ് വരാറുള്ളത്, ആ റീജൻ മാറ്റിയിട്ട് ഇത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷനുകളായിട്ട് ഇതിനെ സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കേട്ടോ. പല ലേഔട്ടുകളാക്കി നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. സ്റ്റാൻഡേർഡ് വ്യൂ, ഇത് ഡയറക്ഷണൽ വ്യൂ, ശരിക്കൊരു ഫൈറ്റർ ജെറ്റിൻ്റെ ഇതുപോലെ ഉണ്ട്, വിങ്സ് പോലെ. സ്പോർട്ട് വ്യൂയിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും ഒരു ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യണ പോലെ നമുക്കത് നോക്കി ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അതിലേക്ക് നോക്കിയിരുന്ന വണ്ടി വേറെ എവിടേക്കെങ്കിലുമൊക്കെ പോകും, അതാണ് പ്രശ്നം. ഓക്കെ, ഇനി വേറെ സാധനം ഞാൻ കാണിക്കാം. ഇതിനകത്ത് AR എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് ഇതിനകത്ത്, AR വ്യൂ. അതെടുത്ത് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഫ്രണ്ടിലത്തെ വിഷ്വൽ ഇതിനകത്ത് കാണിക്കും. ഇത് ശരിക്കും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗ്മെൻറ്റ് റിയാലിറ്റിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒരു ലൊക്കേഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടേൺ ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ടേൺ ചെയ്യണതൊക്കെ ആയിട്ട് കാണിക്കും. അങ്ങനെ ഉള്ളൊരു സംഭവമാണത്. AR രസമായിട്ട് തോന്നി. ഇനി ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ടോ, ക്ലൈമറ്റ് കൺട്രോൾ സെറ്റ് ചെയ്യണത് ഇവിടെയാണ്. ഇവിടെ ഒന്നും നമുക്ക് അതിനുള്ള ബട്ടൺസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതൊരു കാര്യം, നിങ്ങൾ ഡാഷ്ബോർഡിലേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ എവിടെയും നിങ്ങൾക്ക് AC വെൻറ്റിനെ കാണാൻ കഴിയില്ല. AC വെൻറ്റ് ആക്ച്വലി പ്ലേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇതാ, അതായത് പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ വളരെ ചെറിയ ഒരു നേർത്തൊരു ബട്ടണായിട്ട്, അത് ഇവിടെ കാണാം, ഇവിടെ കാണാം, അവിടെ കാണാം, അത് ഇപ്പുറത്തെ സൈഡിലും അതേപോലെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് AC വെൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പൂർണ്ണമായിട്ടും ഹൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇവിടെ കുറച്ച് ബട്ടണുകൾ കാണാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ACയുടെ സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ACയുടെ റിയറും മാക്സും ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഭാഗമായിട്ടുള്ള ഇപ്പുറത്തുള്ളത്. ഇനി ഇത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലോ ബോക്സ് ഓപ്പൺ ആവും. അടിപൊളി. ഇത് ക്ലോസ് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോയതിന് ശേഷം നമ്മൾ തന്നെ ക്ലോസ് ചെയ്യുക, ആ മൈൻഡാണ്. ഓക്കെ, റെഡി. ഇനി മറ്റൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഹസാർഡ് ലാമ്പ്. ഈ ഹസാർഡ് ലാമ്പിനകത്ത് ഇതിൽ ഞാൻ കണ്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം, ഹസാർഡ് ലാമ്പ് ഓൺ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോ, ഇത് ഫുള്ളി റെഡ് ആവും. പുറത്തത് 4 ഇൻഡിക്കേറ്ററും ബ്ലിങ്ക് ആവും, പക്ഷേ ഇതും ഇതിൻ്റെ കൂടെ ബ്ലിങ്ക് ആവുന്നുണ്ട് എന്നുള്ളതാണ്. രസമായില്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം. അത് എന്തിനാണ് അങ്ങനെ ഇതാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഒരു പക്ഷേ ഡ്രൈവറോട് ഹസാർഡ് ലാമ്പ് ഓപ്പൺ ആണെന്ന് പറയാനായിരിക്കും. അതിന് ഇതിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, ഒരു ചെറിയ ടിക് ടിക് സൗണ്ട് വരുമല്ലോ. പിന്നെ ഇത് എന്തിനാണ് കൊടുത്ത്, ഒരു വെറൈറ്റി എന്ന് പറയാം അല്ലേ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇനി ഇതാ ഇവിടെ നമുക്ക് റിയർ വ്യൂ മിറർ കാണാം. അത് ഓട്ടോമാറ്റിക് ഡയനറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പക്ഷേ ഇതിനൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതിനകത്തൊരു ക്യാമറ കൊടുത്താൽ നന്നായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അതിനൊരു കാരണമുണ്ട്, ഞാൻ പറയാം. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ലാമ്പ് യൂണിറ്റ്, അതുപോലെ തന്നെ സൺറൂഫിൻ്റെ കൺട്രോൾസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഒരു സൺറൂഫ് ഉണ്ട്. ഈ സൺറൂഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൺറൂഫ് ഞാൻ ഓപ്പൺ ആക്കി കാണിക്കട്ടെ. ഓപ്പൺ ആവുന്നത് എങ്ങോട്ടാ നോക്കിയാൽ ഫ്രണ്ടിലേക്കാണ്. സാധാരണ ഇതിൽ സൺറൂഫ് എങ്ങോട്ടുണ്ടാവില്ല, ബാക്കിലേക്കല്ലേ ഈ ഷീൽഡ് മടങ്ങൽ, ഇത് ഫ്രണ്ടിലേക്കാണ് മടങ്ങുന്നത്. നൈസ്. അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ട് ഒരു ഡിസൈൻസ് കാര്യങ്ങളൊക്കെ. ശരി, ആക്ച്വലി മൂൺ റൂഫ് എന്നുള്ള കോൺസെപ്റ്റാണ്. ഓക്കെ, ക്ലോസ് ചെയ്യാം. ഇൻട്രസ്റ്റിംഗ്, കൊള്ളാം. ഇവിടെ നമുക്ക് വാനിറ്റി മിറർ വിത്ത് ലാമ്പും കാര്യങ്ങളും ഒക്കെ കാണാം. അത് പുറത്തുണ്ട് കേട്ടോ, അടിപൊളി. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ശരിക്കും ഇവിടെ ഒരു ക്യാമറ ഒക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനകത്തൊന്നും കാണാനില്ല. ഇനി സീറ്റിനെ കുറിച്ച് ഓരോ സമയത്ത് ഈ ഒരു ഹെഡ് റെസ്റ്റൊക്കെ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കട്ടിയും കനവും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യൊക്കെ ചെയ്യട്ടോ അല്ലേ. നൈസ്. ഓക്കെ, ഇനി സെൻട്രൽ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡറുകൾ കാണാം. അതിനകത്തൊരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും കേട്ടോ.
ക്ലോസ് ചെയ്ത് വെക്കാം. ഇനി ഇവിടെ അത് വയർലെസ് ചാർജിങ് യൂണിറ്റാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു മിനിമലിസ്റ്റിക് ഫീൽ ഉണ്ടല്ലേ, കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു AC-ൻ്റെ കൺട്രോൾസ് ഒക്കെ പോയതുകൊണ്ടാണ് തോന്നുന്നു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ധാരാളം ക്രിസ്റ്റൽ എലമെൻറ്റുകൾ കാണാം. ഇതിപ്പോൾ നമ്മുടെ റോട്ടറി സ്വിച്ച്, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ കാര്യങ്ങൾ. വേറൊരു കാര്യം, ഡോർ ക്ലോസ് ചെയ്യാനുള്ളൊരു മെത്തേഡ് നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വഴിയും ക്ലോസ് ചെയ്യട്ടോ. ഇതിപ്പോൾ ഇതിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഈ ഡോർ ഇതാ ഓപ്പൺ കാണിക്കണേ, ഇത് ഓപ്പൺ കാണിക്കണേ, ഇത് ഓപ്പൺ കാണിക്കണേ, കാരണം ഇത് മൂന്നും ക്ലോസ് ആണ്. ഇത് മാത്രം ഇങ്ങോട്ടാണ് കാണിക്കണേ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഓപ്പണാണ്, കാരണം മിറർ അവിടെ ഓപ്പൺ ആക്കി നിൽക്കുന്നുണ്ട്. അപ്പം ഇത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വഴിയും നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതും ഒരു ജ്വൽ മെറ്റീരിയലാണ്, ആ ഒരു ക്രിസ്റ്റൽ മെറ്റീരിയൽ. ഇത് നമ്മളുടെ ട്രാൻസ്മിഷൻ, ഇതും ആ ഒരു ക്രിസ്റ്റലാണ്. സിംഗിൾ സ്പീഡ് ട്രാൻസ്മിഷനാണ്. അതുപോലെ തന്നെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഒരു ക്രിസ്റ്റലാണ്. അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ഇതും ക്രിസ്റ്റലാണ് എന്നതാണ്. ഇനി ഇവിടെ നാവിഗേഷൻ, ടെലിഫോൺ, മീഡിയ തുടങ്ങിയിട്ടുള്ള ബട്ടൺ കാണാം. പാർക്ക് ബ്രേക്ക്, അതുപോലെ തന്നെ സസ്പെൻഷൻ ലിഫ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഈസി ആക്സസ് ആണ് സസ്പെൻഷൻ ലിഫ്റ്റിങ്ങിന് കേട്ടോ. ഇനി ഞാൻ 360 ഡിഗ്രി ക്യാമറ വ്യൂ കാണിക്കാം. ഇവിടെ നല്ല വിസിബിളാണ്. ഞാനിതിനകത്ത് പോയിട്ട് 3D വ്യൂ എടുത്ത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഗസ്റ്റർ കൺട്രോൾ ഉണ്ട്, അതും കൂടി കാണിക്കാം. അപ്പോൾ അത് സെയിം ബ്ലാക്ക് വണ്ടീനെ കേട്ടോ കാണിക്കുന്നത്. അതൊരു ഹൈലൈറ്റ്. ഡോർ ഓപ്പണായി നിൽക്കുന്നതൊക്കെ കറക്റ്റ് അപ്ഡേറ്റഡ് ആണ് കേട്ടോ. അതായത് കൈ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഗസ്റ്റർ കൺട്രോളില്ലേ, അതുവഴി നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കാണാം. പക്ഷേ അതിൽ കോമഡി എന്താ അറിയോ, നമീറിനെ കാണാനില്ല. ഓക്കെ, നമീർ ഇവിടെ നിൽക്കണേ, പക്ഷേ നമീറിനെ കാണാനില്ല. കൊള്ളാം. സംഭവം അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേയൊക്കെ റിയൽ ലൈഫ് തന്നെയാണ് നമുക്ക് കാണുന്നത് എന്നുള്ളതാണ്. അതൊരു ഇൻട്രസ്റ്റിംഗ്. അപ്പം ബാക്ക്ഗ്രൗണ്ടൊക്കെ തന്നെയും ആ ഒരു ക്യാമറ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അവർ എടുക്കുന്നത് എന്നുള്ളത് അതെനിക്ക് ഇഷ്ടമായിട്ട് തോന്നി. ഇനി ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴ്ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും, അതിനകത്ത് ഇപ്പോൾ കുറച്ച് കേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ട് സി ടൈപ്പ് ചാർജിങ് പോർട്ടും കാര്യങ്ങളും. ഇതും വെന്റിലേറ്റഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം ആ തരത്തിലാണ് അത് കൊടുത്തുള്ളത്. സീറ്റിൽ മസാജിങ് ഫംഗ്ഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇതിൻ്റെ കൂടെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് സീറ്റ് കൺട്രോൾസ് എടുക്കാം, സീറ്റ് കംഫർട്ട്, മസാജ് ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഏത് തരം മസാജ് വേണമെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിരിക്കുന്നത് ദ ബോസ് സീറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന സെക്കൻഡ് റോ സീറ്റിലാണ്. അതായത് ഈ സീറ്റിനെ മാത്രമാണ് ബോസ് സീറ്റ് എന്ന് പറയുക. ഇപ്പോഴത്തെ സീറ്റിനെ പറയില്ല, കാരണം ഇതേപോലെ ആ സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഫോൾഡ് ചെയ്യണമെങ്കിൽ ഡ്രൈവർ അപ്പുറത്തുണ്ടാവും. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, കാലൊക്കെ ഇങ്ങനെ നീട്ടി വെച്ച് അതിനകത്ത് കാലൊക്കെ വെച്ചിരിക്കും. അപ്പോൾ ഈ ഭാഗത്ത് ഇത് ശരിക്കും കാല് വെക്കാനുള്ളൊരു ഏരിയ ആണ്. അത് ഈ സീറ്റ് ഫ്രണ്ടിലേക്ക് ആക്കുന്ന സമയത്ത് ആക്റ്റീവായിട്ട് വരുന്ന ഒരു പൊസിഷനാണ് എന്നുള്ളതാണ്. ഇത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് സീറ്റ് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് താഴ്ന്ന അടിയിൽ പോയിട്ട് അവിടെ ഒരു കവറിങ് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ്. ഈ സീറ്റ് ഫ്രണ്ടിലേക്ക് പോകുന്നതൊക്കെയും ഓട്ടോമാറ്റിക്കാണ് ഞാൻ കാണിക്കുക. അതുപോലെ സീറ്റും ഇതേപോലെ വന്നു. ഞാനത് നോർമലി എങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്നുള്ളത് കാണിക്കട്ടോ. ഇപ്പോൾ ഞാനിതാ സാധാരണ പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് ഞാനൊന്ന് കാണിക്കാം. ഇവിടെ ഒരു 5.5 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഉണ്ട്. ഈ ടച്ച് സ്ക്രീനകത്ത് നമുക്ക് സീറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. അതിനകത്തൊരു ബെഡ് ടൈപ്പ് ബട്ടൺ ഇതാ. ഈ ബെഡ് ടൈപ്പ് ബട്ടനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രവർത്തനം തുടങ്ങും. ഇത് ഫ്രണ്ടിലേക്ക് പോകാൻ തുടങ്ങി. രണ്ട് തരത്തിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണം. ഒന്ന് മൊത്തം വളയും, പിന്നെ ഇവിടെ മാത്രം ഇത് മാത്രം ഒന്ന് ഫ്രണ്ടിലേക്ക് വളഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാ എനിക്ക് തോന്നുന്നു ആ താഴ്ന്നു പോകാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഫുള്ളി ഫോൾഡായി. ഇന്ന് മുന്നിലേക്ക് പോയി കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. യെസ്, അതൊന്ന് കണ്ട് വളഞ്ഞ് ഒന്ന് പൊങ്ങി. അതേസമയം തന്നെ ഇവിടെ നിന്നുണ്ടോ സീറ്റ് ഒന്ന് പൊങ്ങി ഫ്രണ്ടിലേക്ക് വന്ന് ഇത് ഒന്ന് റിക്ലൈനായി. ഒപ്പം അവിടെ ഇത് പൊങ്ങി വന്ന് ഇതെല്ലാ കാര്യങ്ങളും ചെയ്ത് ഇനി നമുക്ക് കാലൊക്കെ കൈമ കയറ്റി വെക്കാം എന്നുള്ളതാണ്. അപ്പോൾ കാലം നമ്മൾ കയറ്റി വെക്കുന്ന സമയത്ത് അയ്യവ നല്ല ഉഷാറായിട്ട് കാലൊക്കെ കയറ്റി വെച്ച് ഇരുന്ന്, അതായത് ഓണർക്ക് ആ ഒരു പ്രീമിയം ഫീലിൽ നമുക്കിതിനകത്ത് യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കൊള്ളാം, ഇൻട്രസ്റ്റിംഗ് സംഭവം, കൊള്ളാം. ഇനി ഈ ഒരു ടച്ച് സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് 5.5 ഇഞ്ച് ടച്ച് സ്ക്രീനാണെന്ന് ഞാൻ പറഞ്ഞതിനകത്ത് നമുക്ക് ബ്ലൈൻഡ്സിൻ്റെ കൺട്രോളുകൾ ഇവിടെ കാണാമോ. ടോപ്പിൽ അതുപോലെ തന്നെ സൈഡിലത്തെയും ബ്ലൈൻഡുകൾ ക്ലോസ് ചെയ്യുന്നതും ഓപ്പൺ ചെയ്യുന്നതും ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ലൈറ്റ്സിൻ്റെ കൺട്രോൾ, സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൺട്രോൾ, ഡിസ്പ്ലേ കൺട്രോൾ, അതുപോലെ തന്നെ മൈ മോഡ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ കഴിയും. തിയേറ്റർ എക്സ്പീരിയൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടച്ച് സ്ക്രീനാണ്, ടച്ച് കൺട്രോളാണ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ലെക്സസിൻ്റെ LM കുറിച്ച് പറഞ്ഞ സമയത്ത്, അതുപോലെ തന്നെ മെഴ്സിഡീസിൻ്റെ ചില വാഹനങ്ങളൊക്കെ പറഞ്ഞ ആംബ്രസ്റ്റിനകത്ത് നമ്മളൊരു ടാബ് കണ്ടില്ല, അത് ടാബ് അല്ലാതെ ഇൻബിൽട്ട് ആയിട്ടുള്ളൊരു സിസ്റ്റമായിട്ട് ഇതിനകത്ത് കൊടുത്തു എന്നുള്ളതാണ്. ഇൻട്രസ്റ്റിംഗ്. ഇനി സംസാരിക്കാനുള്ളത് ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ചാണ്. അത് ഓപ്പറേറ്റ് ചെയ്യുന്നതും ഈ ഒരു ടച്ച് സ്ക്രീനകത്താണ്. ഇതിനകത്ത് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് പ്രസ് ചെയ്ത് ഫോൾഡ് ഡൗൺ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷെയ്ഡൊക്കെ ഓപ്പൺ ആവും. എന്നതൊക്കെയാണ് ഒരു 32 ഇഞ്ച് TV ഹോം സ്ക്രീൻ നമുക്ക് നമ്മളുടെ മുന്നിൽ ഓപ്പൺ ആയിട്ട് വരും എന്നുള്ളതാണ്.
ഇൻട്രസ്റ്റിംഗ് അല്ലേ? അടിപൊളി. ഇനി സൺറൂഫ് ഇപ്പോൾ ഓപ്പൺ ആണ്. സൺറൂഫ് കൂടി ക്ലോസ് ആയി കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. 18 സ്പീക്കറുകളുണ്ടെന്ന് ഞാൻ പറയില്ല, മ്യൂസിക് സിസ്റ്റം അതൊക്കെ കൂടി വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിട്ട് മാറും എന്നുള്ളതാണ്. ഇനി അതിൻ്റെ സൺറൂഫ് ഒന്ന് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സൺറൂഫ് ക്ലോസ് ആവാണ്. അപ്പോൾ ലൈറ്റൊക്കെ ക്ലോസ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ, സൺറൂഫ് ക്ലോസ് ആയി വരും. ഇൻട്രസ്റ്റിംഗ്. യെസ്, അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ. പൊളിച്ച്. യൂട്യൂബ്, ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ്, എന്ത് ജിയോ സിനിമ ഒക്കെ അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നിലവിൽ ഇത് ഓഫ്ലൈൻ ആണ് എന്നുള്ളതാണ്. അടിപൊളി, സൂപ്പർ എക്സ്പീരിയൻസ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റിയർ വ്യൂ മിററിനകത്തൊരു ക്യാമറ വെച്ചാൽ നന്നായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഇത് ഇവിടുത്തെ ഒരാൾ താഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ ആ റിയർ വ്യൂ ക്യാമറയ്ക്ക് ഉപയോഗമില്ല. കാരണം ഇത് വന്നത് കവറാക്കും, ബാക്കിലും ഷെയ്ഡ് ഓപ്പൺ ആവും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ക്യാമറ വെച്ചിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു, റിയർ വ്യൂ ഡ്രൈവർക്ക് കാണായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും പോയിട്ട് ഇത് ഞാൻ ക്ലോസ് ചെയ്യാൻ പോവാണ്. ഫോൾഡപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫോൾഡാവും, ഷെയ്ഡ്സൊക്കെ താഴുകയും ചെയ്യും എന്നുള്ളതാണ്. സംഭവം അടിപൊളി ഒരു എക്സ്പീരിയൻസ് കേട്ടോ. ശരിക്കും നമ്മൾ ചൈനയിൽ പോയ സമയത്ത് എനിക്ക് തോന്നുന്നു ലിഷേൻ്റെ വെഹിക്കിളിലാണെന്ന് തോന്നുന്നുണ്ട് ഇതേപോലെ ടി വികളൊക്കെ നമ്മൾ 3 ടി-വിയും റോബോട്ടും എന്നൊക്കെ പറഞ്ഞ് ഫീച്ചർ ചെയ്തിരുന്നു. കാണാത്ത ആൾക്കാർ കണ്ടു നോക്കുക. അതിൻ്റെ ഒരു വേറെ രൂപം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ AC വെൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ്, അതായത് ഫോൺ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ കാണാം. ഇനി ഇതവിടെ ഒരു ആംബ്രസ്റ്റും ഉണ്ട്. ഇതിനകത്തൊരു വയർലെസ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നൈസ്. ഇനി ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. ആവശ്യമില്ലെങ്കിൽ ക്ലോസ് ചെയ്ത് വെക്കാം. ഈ ഫ്ലഫി മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. കൊള്ളാം. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുണ്ട്. ഹെഡ് റൂം, ലെഗ് റൂം ഒക്കെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. വിശാലമായിട്ടിരിക്കാം. ഇനിയിപ്പോൾ ബോസിന് വേണമെങ്കിൽ കാലൊക്കെ നിർത്തി വെച്ച് ഇരിക്കാം എന്നുള്ളതാണ്. അടിപൊളി. ഇനി ഡോറിലേക്ക് വരുന്ന സമയത്ത് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ടച്ച് സ്ക്രീനിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ മാനുവൽ ഓപ്പറേറ്റിംഗ് പണി കേട്ടോ. താഴ്ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് മാനുവലി ഓപ്പറേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഡോറിനെ കൺട്രോൾ ചെയ്യാം. ഇവിടെയും ഒരു ബട്ടൺ ഉണ്ട് ഓട്ടോമാറ്റിക്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡോറിനെ കൺട്രോൾ ചെയ്യാം. ഇനി അണ്ടർ ദ ബോണറ്റ്, അതായത് ബോണറ്റിൻ്റെ അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഫുള്ളി കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ട്രങ്ക് സ്പേസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല എന്നുള്ളത്. BMW ലോഗോ കാണാം, അതുപോലെ ഐ ബാഡ്ജിങ് കാണാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഐ ബാഡ്ജിങ് കേട്ടോ. ഗ്രില്ലിൻ്റെ അകത്ത് ഐ ബാഡ്ജിങ് ഉണ്ട് പറയില്ലേ. അതുപോലെ ഇൻസുലേഷൻ്റെ കാര്യങ്ങളെ കൊടുത്തിട്ട് ഇൻസുലേഷൻ എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. 544 HP-യും 745 Nm ടോർക്കുമാണ് ഈ മെഷീൻ ഉൽപ്പാദിപ്പിക്കുന്നത്. മെഷീൻ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് 2 മോട്ടോറുകളുണ്ട്. 2 ആക്സൽ, ഫ്രണ്ട് ആക്സലിനകത്തും റിയർ ആക്സലിനകത്തും 2 മോട്ടോറുകളും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി പറയാനുള്ളത് ഇതിൻ്റെ ബാറ്ററിനെ കുറിച്ച്, എത്ര റേഞ്ച് കിട്ടും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, അത്യാവശ്യം വലിയ ഒരു ബാറ്ററി പാക്ക് തന്നെയാണ് BMW ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. 101.7 kWh ബാറ്ററിയാണ്. അത് 591 മുതൽ 627 കിലോമീറ്റർ വരെ റേഞ്ചിൽ സഞ്ചരിക്കും എന്നുള്ളതാണ്. അപ്പം റേഞ്ച് എന്നുള്ളത് ശരിക്കും ഓണേഴ്സിനെ ഓടിക്കുന്ന രീതിക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പക്ഷേ എന്നിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. DC ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചിട്ട് 10% മുതൽ 80% വരെ ആവാൻ വേണ്ടിയിട്ട് 34 മിനിറ്റാണ് എടുക്കുന്നത്. 22 kWh ചാർജറാണെന്നുണ്ടെങ്കിൽ, അതായത് 22 kWh AC ചാർജറാണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ 5 മണിക്കൂർ കൊണ്ട് ചാർജ് ആവും. അത് 11 kWh ആണെന്നുണ്ടെങ്കിൽ, അതായത് ചിലപ്പോൾ ഹോമിലൊക്കെ ഉള്ള ചാർജറാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു 10 മണിക്കൂർ കൊണ്ടും ഫുള്ളി ചാർജായി കിട്ടും. 0 to 100 കേട്ടോ, അങ്ങനെ ചാർജായി കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതാണ് BMW i7. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ കണ്ടത്. അതായത് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയാം അല്ലേ. ശരിക്കും നമ്മൾ 2014 ഒരു മോഡലിനെ കണ്ടത് i8 ആയിരുന്നു. i7ലേക്ക് വന്ന സമയത്തുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വിശാലമാണ്. ഈ 4 ഡോറുകളും ഒരേ സമയം ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഒക്കെ പറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് ഫീച്ചറുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടതിൽ ഇപ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ കണ്ടല്ലോ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ഈ i7 ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം, ഇതൊരു ഇലക്ട്രിക് ആണ്. 101 kW പവർ ഉണ്ട്. പക്ഷേ സൗണ്ടിൻ്റെ കാര്യത്തിൽ നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇത് ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആണ്. നന്നായി ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാബിൻസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം സൗണ്ട് പ്രൂഫ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഹോണൊന്നും അത്ര ഇതിനകത്തേക്ക് ഇങ്ങനെ കയറി വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഈ വാഹനം സ്വന്തമാക്കിയിട്ടുള്ള, ഇപ്പം ഞാനുള്ളത് കണ്ണൂരാട്ടോ. കണ്ണൂർ തലശ്ശേരിക്കടുത്ത് കടവത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെയാണ് ഈ വാഹനം ഉള്ളത്. നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അറിയുന്നുണ്ടാവും, ദുബായിലുള്ള ആൾക്കാർക്കൊക്കെ പാർക്കോ ഗ്രൂപ്പ് അവരുടെയാണ് ഈ വാഹനം. പാർക്കോ ഗ്രൂപ്പ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ്. ശരിക്കും ഇതിൻ്റെ ഓണേഴ്സിനോട് ഞാൻ വീഡിയോയിൽ വരാൻ പറഞ്ഞപ്പോൾ അവർ വന്നില്ല. ഞാൻ ആക്ച്വലി അവരെ കാണിക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അവർ കുറച്ച് തിരക്കായതുകൊണ്ടാണ്. എന്തായാലും അവരുടെ വാഹനമാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇത്ര നേരം നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഈ വാഹനത്തിൻ്റെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എയർ വ്യൂ ശരിക്കും നമ്മൾ നാവിഗേഷനൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ടേണും ഒക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ കാണിക്കാൻ പറ്റും എന്നുള്ളതാണ്. മറ്റൊരു കാര്യമാണ് 10 സെക്കൻഡ് ബൂസ്റ്റ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന എക്കോ മോഡിലാണ്. അപ്പോൾ എക്കോ മോഡിൽ നമ്മൾ ഈ ഒരു ബൂസ്റ്റ് ഓപ്ഷൻ ഇനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണിക്കേണ്ട 10 ഇത്രയും സമയം നമുക്ക് ആ ഒരു പവർ ജനറേറ്റ് ചെയ്ത് വരും എന്നുള്ളതാണ്. അതായത് അത്രയും അങ്ങ് ബൂസ്റ്റ് ചെയ്ത് പോകുന്നത്. അല്ലാതെ ശരിക്കും ഇതിനകത്ത് ആക്സിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവും അതിങ്ങനെ കയറിപ്പോവും. പക്ഷേ ആ ഒരു 10 സെക്കൻഡിൽ നമുക്കൊരു സ്പോർട്ട് മോഡിൻ്റെ ഫീലും കൂടി, അതായത് ആ ഒരു റവ് ലിമിറ്റ് ചെയ്യുന്ന പോലത്തെ ഫീലൊന്നും ഇല്ലാതെ ഫുൾ ആക്സലറേഷൻ നമുക്ക് ആ ഒരു 10 സെക്കൻഡിൽ കിട്ടും എന്നതാണ്. അതിൻ്റെ ഉപയോഗം പ്രധാനമായിട്ടും എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പോവുകയാണ്, അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്ത് പോകണം അല്ലെങ്കിൽ കുറച്ചധികം കയറി പോകണം എന്നൊക്കെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ വേഗം സ്പോർട്ട് മോഡിലേക്ക് ഇടാനൊന്നും നിൽക്കണ്ട. നമുക്ക് ഈ ഒരു പാഡിൽ ഷിഫ്റ്റ് വഴി തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം, അതൊരു പുതിയ ഇന്നോവേഷൻ തന്നെ പറയാമല്ലേ പാഡിൽ ഷിഫ്റ്റ് ചെയ്യുന്നതിന് പകരം. പക്ഷേ അതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നിയ കാര്യം കൂടി പറയണമല്ലോ. എല്ലാം നമ്മൾ ഇതിൻ്റെ അഡ്വാൻസ് ഇപ്പം AC-യുടെ ടെമ്പറേച്ചറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് നോക്കിയത് നാവിഗേഷനാണ്. ഞാൻ വേഗം പോയിട്ട് അടുത്ത ബട്ടൺ എടുത്ത് ഇനാബിൾ ചെയ്ത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ ഇനി റീജനറേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റീജനറേഷൻ അത്ര ഒരു 10% ഒക്കെ ഏറിയൊന്നും കിട്ടുന്നുണ്ടാവുള്ളൂ, പക്ഷെ അതും അത്ര എഫക്റ്റീവ് ഒന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് റീജനറേഷൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്തേക്ക് തന്നെ പോകണം. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിൻ്റെ ലൈൻ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അതും നമ്മൾ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് പോകണം. അങ്ങനത്തെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും എപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യമില്ല. അതിൽ AC മാത്രമാണ് നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. വേറെ എല്ലാം എനിക്കങ്ങനെ ഗംഭീരമായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്ലെയർ അടിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പം AC ഒക്കെ തണുത്ത് കഴിഞ്ഞാൽ ഈ ക്രിസ്റ്റൽ എലമെൻറ്റിൽ ഇവിടുത്തെ ഇതൊന്നും ഇങ്ങനെ വെള്ളം വരുന്ന പോലത്തെ ആ ഒരു തണുത്ത ഫീൽ വരുന്നുണ്ട്. അതൊരു ലക്ഷറി എലമെൻ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് വേറെ വിഷയം. ഒരു മഞ്ഞ പ്ലേസിലൊക്കെ പോയപ്പോഴത്തെ ഒരു ഫീലൊക്കെ കിട്ടും. അതാണ് സംഭവം. പക്ഷേ ഡ്രൈവിൻ്റെ കാര്യത്തിൽ ഇത് ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഓണർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു മോശം റൂട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് സസ്പെൻഷൻ കിടന്നിട്ട് അതായത് വണ്ടി ഇങ്ങനെ ഒന്ന് ഇളകുന്ന പോലത്തെ ഒരു ഫീൽ വരുന്നു. പക്ഷേ നല്ലൊരു ഇതിലേക്ക് വരുന്ന സമയത്ത് അത് ഓക്കെയാണ്, നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളൊരു ഫീഡ്ബാക്ക് പറഞ്ഞായിരുന്നു. അവർ ലോങ് ഡ്രൈവിനൊക്കെ പോകുന്ന സമയത്ത് കിട്ടിയിട്ടുള്ളൊരു ഫീഡ്ബാക്കാണ്. അപ്പം മൊത്തത്തിൽ ഇൻട്രസ്റ്റിംഗ് ആണ് സംഭവം. ഇനി മറ്റൊരു കാര്യം, ഇതിനകത്തൊരു ഓട്ടോ പാർക്കിംഗ് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ടൈറ്റ് പാർക്കിംഗ് അല്ലെങ്കിൽ ഓഫീസ് സ്പേസിലൊക്കെ നമുക്ക് പാർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വല്ലാണ്ട് മെനക്കെടൊന്നും വേണ്ട, അത് ഇതിൻ്റെ പോയി പാർക്ക് ചെയ്യുന്ന ഓപ്ഷൻ. ഓട്ടോ പാർക്കിംഗ് അറിയാമല്ലോ, ഒരു സ്റ്റിയറിംഗ് ഒക്കെ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ട് പാർക്ക് ചെയ്ത് നമ്മൾ സ്ലോട്ട് ഫൈൻഡ് ചെയ്ത് പാർക്ക് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇതിനകത്തുണ്ട്. പിന്നെ റിമോട്ട് ഉപയോഗിച്ച് ഇത് മൂവ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷനും അതും വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് ജനറലി പറയുന്ന സമയത്ത് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും BMW i7 കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്ന 2 കാര്യം. ഒന്ന് ഫ്യൂച്ചറിസ്റ്റിക്കാണ്, ഗംഭീര ഫ്യൂച്ചറിസ്റ്റിക്കാണ്. അതായത് ഇനി വരാൻ പോകുന്ന ടെക്നോളജീനെയൊക്കെ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ BMW ശ്രമിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം ഫണ്ണാണ്, അത്യാവശ്യം നല്ല ഫൺ ഡ്രൈവാണ് നമുക്കിത് കിട്ടുന്നത് എന്നുള്ളതാണ്. ഞാൻ റേഞ്ച് പറഞ്ഞു, ഇനി വില ഏറെക്കുറെ 2 കോടി രൂപയോളമാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് എന്നുള്ളതാണ്. 2 സംതിങ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോ BMW i7 കുറിച്ചാണ്. അത് ഓടിച്ച സമയത്ത് നമുക്ക് കിട്ടിയ പ്ലഷർ ശരിക്കും ഒന്നും പറയാനില്ല. ഡ്രൈവ് ഉണ്ടാവും, സൗണ്ട് കാര്യങ്ങളൊന്നും അങ്ങനെയില്ല. നല്ലൊരു ആക്സലേഷൻ കൊടുക്കുമ്പോൾ ചെറിയൊരു മ്യൂസിക് സൗണ്ട് വരുന്നുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും സൗണ്ടില്ല. നന്നായിട്ട് കുതിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ആക്സലറേഷൻ വന്ന് കാലെടുക്കുന്ന സമയത്ത് ബ്രേക്ക് അപ്ലൈ ആവുന്നുണ്ട്. അതൊക്കെ റീസൻ്റെ ഭാഗമായിട്ട്, എന്നാൽ അതൊരു സേഫ്റ്റി ഫീച്ചറായിട്ട് കൂടി നമുക്ക് കരുതാം. പിന്നെ മറ്റൊരു കാര്യം, ബാക്കിലത്തെ വീലും കൂടി തിരിയും നമ്മൾ തിരിക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നീളമുള്ള വാഹനമാണെങ്കിലും ടൈറ്റായിട്ടുള്ള ഒരു ടൗൺഷിപ്പിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓടിച്ച് വളച്ചെടുക്കാൻ പറ്റും. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും 5.3 മീറ്റർ ലെങ്ത്താണ്, നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. BMW i7 നമ്മൾ കയറി മുറിച്ച് പരിശോധിക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? അതായത് ഇപ്പോൾ ഇതിനകത്ത് TVനെ കുറിച്ച് പറഞ്ഞു, ഡോറിനെ കുറിച്ച് പറഞ്ഞു, ഡാഷ്ബോർഡിലെ ക്രിസ്റ്റൽ എലമെൻറ്റുകളെ കുറിച്ച് പറഞ്ഞു. ഇതിലേറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്കറിയാമല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ തൽക്കാലം നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.